ഹലോ എവ്രി വൺ. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ മറ്റൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ടു പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള പെർസെപ്ഷനെ കൊണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർസെപ്ഷനും പെർസെപ്ഷൻ്റെ എറേഴ്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ് എന്താണ് പെർസെപ്ഷൻ എന്ന് നോക്കുന്നതിൻ്റെ മുമ്പേ ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. അപ്പം ഇതിൽ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഒരാൾ പറയുന്നു ഇത് 6 ആണെന്ന്, മറ്റാൾ പറയുന്നു ഇത് 9 ആണ്. അപ്പം ഏതായിരിക്കും ശരി? ഏത് ആൻസർ ആയിരിക്കും ശരി? അപ്പം ആക്ച്വലി രണ്ടാൾ പറയുന്നതും കറക്റ്റ് ആണ്. അവർ നിൽക്കുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് അനുസരിച്ചിട്ടാണ് അവർക്ക് ഈ സെയിം സാധനത്തിന് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഒരാൾക്ക് 6 ആയിട്ടും ഒരാൾക്ക് 9 ആയിട്ടും കാണുന്നത്. അപ്പോൾ ഈ ഇമേജിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം സെയിം ഒബ്ജക്റ്റ് ആണിത്. ഈ സെയിം ഒബ്ജക്റ്റിനെ ഈ 2 പേരും 2 രീതിയിലാണ് കാണുന്നത്. ഒരാൾക്ക് 6 ആയിട്ടും കാണുന്നു, ഒരാൾക്ക് 9 ആയിട്ടും കാണുന്നു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്തുകൊണ്ടാണ് അവർ 2 രീതിയിൽ കാണുന്നത്. അവർ നിൽക്കുന്ന പൊസിഷൻ, അവരുടെ പൊസിഷനും ആകാം, ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത പൊസിഷനും ആകാം. അത് കാരണമാണ് അവർക്ക് 2 രീതിയിൽ ഈ സെയിം സാധനത്തിനെ കാണുന്നത്. ഇപ്പൊ ഈ സാധനം, ഈ ഒബ്ജക്റ്റിനെ തിരിച്ചു വെച്ചാൽ ഇയാൾക്ക് അത് 6 ആയിട്ടും ഇയാൾക്കത് 9 ആയിട്ടും കാണും. അല്ലെങ്കിൽ ഇയാൾ പോയിട്ട് ഇവിടെ നിന്നാൽ ഇയാൾ പോയിട്ട് ഇവിടെ നിന്നാൽ രണ്ടുപേരും അവരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ ഈ നിൽക്കുന്ന ആൾക്ക് അത് 6 ആയിട്ടും ഈ നിൽക്കുന്ന ആൾക്ക് അത് 9 ആയിട്ടും കാണുന്നു. അപ്പം ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പൊസിഷൻ കാരണമാണ് അവർക്കത് 2 രീതിയിൽ കാണുന്നത്. ഇനി മറ്റൊരു ഇമേജ് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഫസ്റ്റ് നോട്ടത്തിൽ എന്തായിരിക്കും കാണുന്നത്? ചില ആൾക്കാർക്ക് ഒരു എന്താ പറയുക, 2 ഓൾഡ് കപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് കാണാം. ചില ആൾക്കാർക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ 2 മനുഷ്യന്മാരിരിക്കുന്നത് കാണാം. ചില ആൾക്കാർക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുപിള്ള നിൽക്കുന്നത് കാണാം. ചില ആൾക്കാർക്ക് ഇത് നടുവിൽ കണ്ടോ, നടുവിൽ ഒരു വാസ് പോലെ അല്ലെങ്കിൽ ഒരു ലാമ്പ് പോലെയൊക്കെ നിൽക്കുന്നത് ചില ആൾക്കാർക്ക് കാണാൻ പറ്റുന്നു. ഇവിടെയും ഓരോ ആൾക്കാർ കാണുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഫസ്റ്റ് കണ്ടതെന്ന് കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് നോക്കാം ആർക്ക് എന്തൊക്കെയാണ് കണ്ടതെന്ന്. അതായത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഓരോരുത്തർ കാണുന്നത് ഡിഫറെന്റ് രീതിയിലായിരിക്കും. പക്ഷെ അവിടെ ഇമേജ് മാറിയോ? ഇല്ല. എന്താണ് മാറിയത്? നമ്മൾ കണ്ട കാര്യം, അതായത് നമ്മൾ എന്താണോ കണ്ടത് അത് നമ്മൾ എന്ത് രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്തത്, അതാണ് മാറിയത്. ഈ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ മനസ്സിലാക്കി തരാം. പെർസെപ്ഷന്റെ ഡെഫിനേഷൻ നോക്കാം. പെർസെപ്ഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ്, interpret and consciously experience sensory information to give meaning to their environment. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൻസറി ഓർഗൻസ്, എന്തൊക്കെയാണ് നമ്മുടെ സെൻസറി ഓർഗൻസ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ സെൻസറി ഓർഗൻസ് അവരുടെ ചുറ്റുമുള്ള സാധനങ്ങളെ, അതായത് അത് ഒബ്ജക്റ്റ് ആകാം, അതെന്തെങ്കിലും വോയിസസ് ആകാം, അതെന്തെങ്കിലും മണം ആകാം, എന്തും ആവാം, ഈ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എന്നാണ് നമ്മൾ പറയാം. ഈ ഇൻഫർമേഷനെ നമ്മുടെ സെൻസറി ഓർഗൻസ് എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യുന്നു. എന്നിട്ട് ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നു. ബ്രെയിൻ എന്ത് ചെയ്യുന്നു? അതിനെ സെലക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് കൊടുക്കുക. അതെന്താണ് സാധനം എന്ന് പറയുന്നു, നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു മീനിങ് നമുക്ക് തരുന്നു. ആ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പിക്ചറിൽ ഞാൻ കാണിച്ചപ്പോൾ ഓരോരുത്തർ ഓരോന്നാണല്ലോ കണ്ടത്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം പെർസെപ്ഷൻ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സെയിം സാധനത്തിനെ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻ്റ് രീതിയിൽ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഈ ക്ലാസ് കാണാൻ നിങ്ങളുടെ ഫോണിലോ ആയിരിക്കും അല്ലെങ്കിൽ ലാപ്പിലോ എന്തിലേക്ക് കാണുമായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ഫോണാണ് അല്ലെങ്കിൽ ഇതൊരു ലാപ്പാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മുടെ കണ്ണ്, അതായത് കണ്ണിലൂടെയാണല്ലോ കാണുന്നത്. കണ്ണായിട്ടുള്ള സെൻസറി ഓർഗൻ ഈ ഒരു ഇൻഫർമേഷനെ ഡിറ്റക്ട് ചെയ്തിട്ട് ബ്രെയിനിന് കൊടുക്കുന്നു. അപ്പോൾ ബ്രെയിൻ പറയുന്നു, മോനെ നീ ഈ കണ്ണിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഫോണാണ്, അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന സാധനം ലാപ്ടോപ്പ് ആണെന്ന്. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിന് എവിടുന്നാ കിട്ടിയത്? ഇതിൽ ഫോണാണ് ലാപ്ടോപ്പ് ആണെന്നുള്ളത്. അതാണ് അവരുടെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസോ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻസോ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നതായിരിക്കാം, നമ്മളെ പഠിപ്പിച്ചു തന്നതായിരിക്കാം. അല്ലെ നമ്മുടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടില്ലേ? ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ ഓരോന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ചെയർ, അത് ചെയർ ആണ് എന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മളത് മനസ്സിലാക്കിയത്, നമ്മളത് പഠിച്ചതാണ്. ടേബിൾ ആണ്, ഇത് അലമാരയാണ്, ഇത് പൈപ്പാണ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച സാധനം. അപ്പോൾ അതൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടല്ലോ. അപ്പം അതിന്റെ ബേസിലാണ് ആര് പറയുന്നത്? ബ്രെയിന് നമുക്ക് ഇത് ഇന്നതാണ്, ഇത് ഇന്ന ഒബ്ജക്റ്റ് ആണ്, നീ കേൾക്കുന്നത് ഇന്നതാണ്, നീ കാണുന്നത് ഇന്നതാണെന്ന് അതിന്റെ ബേസിലാണ് നമ്മുടെ
ബ്രെയിൻ നമുക്കത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കുറച്ച് ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷ്വൽ പെർസെപ്ഷൻ ഉണ്ട്, ഓഡിറ്ററി പെർസെപ്ഷൻ ഉണ്ട്, ഓൾഫാക്ടറി പെർസെപ്ഷൻ ഉണ്ട്, മസ്കുലർ പെർസെപ്ഷൻ. 4 പെർസെപ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ ആരായിരിക്കും? കണ്ണുകൾ. കണ്ണുകൾ കാണുന്നില്ലേ? ഈ കണ്ണുകളാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. ഈ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള ചുറ്റുമുള്ള സാധനത്തിന് എന്തായിരുന്നു നമ്മൾ പറയുന്നത്? ഇൻഫർമേഷൻ, വിഷ്വൽ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെ നമ്മുടെ കണ്ണുകളിലൂടെ സെൻസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? ബ്രെയിനിന് കൊടുക്കുന്നു. അപ്പൊ ബ്രെയിൻ പറയുന്നു, ബ്രെയിൻ അതിന്റെ ഷേപ്പും ഒരു കളറും അതൊക്കെ വെച്ചിട്ട് പറയുന്നു ഇത് ഇന്ന സാധനമാണെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചുവന്ന ബോൾ കാണുന്നു. ആ ചുവന്ന ബോൾ നമ്മൾ കണ്ണുകളോടെ കണ്ടിട്ട് ബ്രെയിന് കൊടുത്തിട്ട് ബ്രെയിൻ പറഞ്ഞു തരുന്നു, അതിന്റെ കളറും അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു തരുന്നു. പിന്നെ ആ മുന്നേയുള്ള ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ച ഇൻഫർമേഷന്റെ ബേസിൽ പറഞ്ഞു കൊടുക്കുന്നു ഇതൊരു ചുവന്ന ബോളാണ്. ആ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കണ്ണുകളിലൂടെ കണ്ടിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ വിഷ്വൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഓഡിറ്ററി പെർസെപ്ഷൻ. ഓഡിറ്ററി പെർസെപ്ഷനിൽ ഇവിടെ ആരായിരിക്കും മെയിൻ ക്യാരക്ടർ? നമ്മുടെ ചെവി, ഇയേഴ്സ്. അതാണ് മെയിൻ ക്യാരക്ടർ അവിടെ വരുന്നത്. അപ്പം ഇയേഴ്സും ഇതേപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള ഓരോ വോയിസസ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സിനെ അല്ലെ സൗണ്ടിനെ ഒക്കെ പിക്കപ്പ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? ബ്രെയിനിന് കൊടുക്കുന്നു. അപ്പൊ ബ്രെയിൻ പറയുന്നു ഇത് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഇത് മ്യൂസിക് ആണ്, ഇത് ഒച്ചയാണ്, ഇത് ഇന്നയാളുടെ ഒച്ചയാണ് എന്നൊക്കെ നമ്മുടെ ബ്രെയിന് നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും വിളിക്കുന്നത്, അപ്പം നോക്കാണ്ടേ തന്നെ ഇതെന്റെ അമ്മയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാ? ഓഡിറ്ററി പെർസെപ്ഷൻ പ്രോസസ്സ് കൊണ്ടാണ്. അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മയുടെ സൗണ്ടും ഫ്രണ്ടിന്റെ സൗണ്ടും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓഡിറ്ററി പെർസെപ്ഷൻ കൊണ്ടാണ്. ഓക്കെ. അടുത്തതാണ് ഓൾഫാക്ടറി പെർസെപ്ഷൻ. ഓൾഫാക്ടറി പെർസെപ്ഷനിൽ ആരാണ് മെയിൻ ക്യാരക്ടർ? നമ്മുടെ മൂക്ക്, അതായത് നോസ്. സെയിം പ്രോസസ് തന്നെ. നോസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ചുറ്റുമുള്ള മണങ്ങൾ, ഡിഫറെന്റ് മണങ്ങൾ നോസ് ഡിറ്റക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കുന്നു? ബ്രെയിനിന് കൊടുക്കുന്നു. ബ്രെയിൻ എന്നിട്ട് പറഞ്ഞു ഇത് ഇന്നതിന്റെ മണമാണ്, ഇത് ഇന്നതിന്റെ മണമാണ് എന്നൊക്കെ. അപ്പൊ കൊച്ചി എത്തിന്ന് കണ്ണു കൂട്ടിയിട്ട് മണവാളൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മണവാളന്റെ മൂക്ക് എന്ത് ചെയ്തു? കൊച്ചി എത്തിയപ്പോൾ അവിടുത്തെ വേസ്റ്റിന്റെ മണം ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? ബ്രെയിനിന് കൊടുത്തു. എന്നിട്ട് മണവാളന്റെ ബ്രെയിൻ പറഞ്ഞു മകനെ എണീറ്റോളൂ, കൊച്ചി എത്തി. ആ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾഫാക്ടറി പെർസെപ്ഷൻ. അടുത്തത് മസ്കുലർ പെർസെപ്ഷൻ. മസ്കുലർ പെർസെപ്ഷനിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ മസിൽസ്, നമ്മുടെ ജോയിന്റ്സ്, അതൊക്കെ. അപ്പം അവിടെ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ പ്രോസസ്സ് വഴി നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ബാലൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. ഇപ്പം ഈ കുഞ്ഞു മക്കളോടൊക്കെ നമ്മൾ പറയില്ലേ, മോന്റെ കണ്ണ് എവിടെയാന്ന് പറയുമ്പോൾ കണ്ണ് തൊട്ട് കാണിക്കുന്നു, മൂക്ക് എവിടെയാന്നൊക്കെ പറയുമ്പോൾ മൂക്ക് തൊട്ട് കാണിക്കുന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ ഞാനിപ്പോൾ കണ്ണ് പൂട്ടിട്ട് നിങ്ങളുടെ മൂക്ക് എവിടെയാന്ന് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് കാണിക്കുന്നില്ലേ? നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? മൂക്ക് ഇവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ മസ്കുലർ പെർസെപ്ഷൻ കാരണമാണ്. ഓക്കെ. ഇതാണ് 4 ടൈപ്സ് ഓഫ് പെർസെപ്ഷൻ വരുന്നത്. അപ്പം ഈ ഹോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴും കറക്റ്റ് ആണെന്നില്ല. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാം, ചിലപ്പോൾ അതിൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അത് മിസ്ലീഡിങ് ആയിരിക്കാം. അതായത് ചക്ക കണ്ടിട്ട് മാങ്ങയാണ് ചിലപ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. അപ്പം അവിടെയാണ് എറേഴ്സ് സംഭവിക്കുന്നത്. അതായത് പെർസെപ്ഷനിൽ എറേഴ്സ് സംഭവിക്കുമ്പോഴാണ് ഹോൾ പ്രോസസ്സ് തന്നെ തെറ്റാവുന്നത്. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ഇൻ ഹൗ വി ഇന്റർപ്രറ്റ് സെൻസറി ഇൻഫർമേഷൻ. അപ്പം അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നമ്മുടെ സെൻസ് ഓർഗൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും. ഇപ്പം കണ്ണൊക്കെ പ്രായമായിട്ടുള്ളവർക്കൊക്കെ കാഴ്ചയൊക്കെ കുറയുമ്പം അവർക്ക് ചില സാധനങ്ങൾ ഇത് ഇന്നതാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പം അവരുടെ നമ്മുടെ സെൻസ് ഓർഗൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഡിഫക്റ്റോ ഉണ്ടാവുന്നത് കൊണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാവില്ലേ, ബ്രെയിനിന്റെ ഡിഫക്റ്റീവ് ഫംഗ്ഷൻ, ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാരണമാകാം. അപ്പൊ ഈ എറേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ ഇറ്റ് മേ ഡ്യൂ ടു നമ്മുടെ ഡിഫക്റ്റ് ഇൻ ആ സെൻസ് ഓർഗൻസ്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട്. ഇപ്പൊ പ്രായമായിട്ടുള്ളവരൊക്കെ പറയുന്ന കാണില്ലേ, അവർക്ക് കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറയുമ്പോൾ അവർക്ക് ഇത് ഇന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടോ
ആ ഒക്കെ കാരണങ്ങൾ കാരണം എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ബിലീഫ്സ് കാരണം പെർസെപ്ഷനിൽ എറേഴ്സ് സംഭവിക്കാം. ഇപ്പൊ കാണുന്നതാണെങ്കിൽ തന്നെ പുവർ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന ഒബ്ജക്റ്റ് ക്ലിയർ ആവാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തും ഒരു തെറ്റായ പെർസെപ്ഷൻ അവിടെ സംഭവിക്കാം. ഇപ്പം സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് വേറെ രീതിയിലൊക്കെ കേൾക്കാം. പിന്നെ സ്ട്രെസ്, കൺഫ്യൂഷൻ, ടയർഡ്നെസ്, ഇതൊക്കെ ഈ എറേഴ്സ് ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് 3 ടൈപ്സ് ഓഫ് എറേഴ്സ് നോക്കാം. മെയിനായിട്ട് 3 ഉള്ളത്. ഒന്ന് ഹാലൂസിനേഷൻ, ഒന്ന് ഇല്യൂഷൻ, ഒന്ന് ഇംപെർസെപ്ഷൻ. ഹായ് എന്നുള്ളത് ആലോചിച്ചാൽ മതി, നീട്ടൊരു ഹായ് വിളിച്ചാൽ മതി. അപ്പം H സ്റ്റാൻഡ്സ് ഫോർ ഹാലൂസിനേഷൻ, I സ്റ്റാൻഡ്സ് ഫോർ ഇല്യൂഷൻ, മറ്റേ I സ്റ്റാൻഡ്സ് ഫോർ ഇംപെർസെപ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ടൈപ്പ് ഓഫ് എറർ നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് എറർ ആണ് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ പൊതുവെ എല്ലാവരും കേട്ടൊരു ടേം ആയിരിക്കും. സിനിമയിലോ അല്ലാണ്ടോ എങ്ങനെയെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയും കാണാത്ത കാര്യങ്ങൾ കണ്ടു, കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു, ആരോ ബാക്കിൽ വന്ന് നിൽക്കുന്നത് പോലെ, തൊടുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് നമ്മുടെ ഒരു ഇമാജിനറി പെർസെപ്ഷൻ ആണ്. അതായത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഒരു ഒബ്ജക്റ്റ് അവിടെ ഇല്ല, ഒരു ഇൻഫർമേഷൻ അവിടെ ഇല്ല, ബട്ട് സ്റ്റിൽ ആൾക്കാർ കൺവിൻസ്ഡ് ആവുകയാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വെറുതെ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പല സൗണ്ടുകൾ കേൾക്കും. ചിലങ്കയുടെ സൗണ്ട്, പൂച്ചയുടെ സൗണ്ട്, അല്ലെങ്കിൽ വവ്വാലിന്റെ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷെ ആക്ച്വലി ഒന്നും ഉണ്ടാവില്ല, ബട്ട് നമുക്കത് തോന്നുന്നതാണ്. ചില ആൾക്കാർക്ക് ആരോ ബാക്കിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെയോ, ഹൊറർ സിനിമയിലൊക്കെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ അത് ഉണ്ട് എന്ന് പറയുന്നു ആൾക്കാർ. ആ ഒരു പ്രോസസ്സിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു സൈക്കോളജിയിൽ തന്നെ കുറെ മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പം സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ തുടങ്ങിയ കുറച്ച് മെന്റൽ ഡിസോർഡേഴ്സിന്റെ മെയിൻ സിംറ്റം തന്നെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി സിംറ്റം ആണ് ഹാലൂസിനേഷൻ. ഇപ്പം നന്ദനത്തില് നവ്യ നായർ പറയുന്നുണ്ട്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ആരെ കണ്ടു എന്ന് പറയുന്നു? ഉണ്ണിയേട്ടനെ. ഈ പൃഥ്വിരാജ് കണ്ടോ ഉണ്ണിയേട്ടനെ? ഇല്ല. അപ്പുറത്തെ ചേച്ചി കണ്ടോ ഉണ്ണിയേട്ടനെ? ആരും കണ്ടിട്ടില്ല. ആകെ നവ്യ നായർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ സിനിമയിൽ പുള്ളിക്കാരിക്ക് വരുന്നത് ഒരു പ്യുവർ ഹാലൂസിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബിലോ. ഈ ഒരു ഇതാണ് വൺ ഓഫ് ദ എറേഴ്സ്, ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, ബട്ട് സ്റ്റിൽ ആൾക്കാർ പറയുന്നു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന്. ഓക്കെ, ഇനി അടുത്തതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷനിൽ എങ്ങനെയാന്ന് വെച്ചാല് ഹാലൂസിനേഷനിൽ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, പക്ഷെ ഇല്യൂഷനിൽ എന്താ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷെ അതിനെ വേറെ രീതിയിലും എന്തായത് ഒരു റോങ് രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചക്കേനെ കണ്ടിട്ട് ചക്ക എന്നുള്ളൊരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്? മാങ്ങയായിട്ടാണ്. ഒബ്ജക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ വേറെ രീതിയിലാണ് അതിനെ, അതായത് മിസ്റ്റേക്കിംഗ്ലി വേറെ രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഫിഗർ നോക്കൂ. ഇതിനകത്ത് 30 സെക്കൻഡ് ഒന്ന് ചുമ്മാ നോക്കിയിരിക്കൂ. അങ്ങനെ 30 സെക്കൻഡ് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലെയിൻ ഒബ്ജക്റ്റിലേക്ക് നോക്കിയാൽ, ശരി നമുക്ക് കയ്യിലേക്ക് തന്നെ നോക്കാം. 30 സെക്കൻഡ് നോക്കിയിട്ട് കയ്യിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ കൈ ഇങ്ങനെ ചലിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ശരിക്കും കൈ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ അത് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. അത് വെറും നമ്മുടെ തോന്നലാണ്. ആക്ച്വലി അവിടെ കൈ മൂവ് ചെയ്യുന്നില്ല. അപ്പം അത് നമ്മൾ ഇത്രയും സെക്കൻഡ് 30 സെക്കൻഡ് അതിൻ്റെ അകത്ത് നോക്കി നിന്ന ഒരു എഫക്റ്റിൽ കൈ നോക്കിയപ്പോഴാണ് അത് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇത് വൺ ഓഫ് ഇല്യൂഷന്റെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇല്യൂഷൻസ് വിഷ്വൽ ആവാം, ഓഡിറ്ററി ആയിരിക്കാം. നമ്മൾ എന്താ പറയാ, ഒരു കയറ് കണ്ടിട്ട് അത് പാമ്പാന്ന് തോന്നിക്കുന്നത്, ഇപ്പൊ പാമ്പിനെ കണ്ടിട്ട് കയറാന്ന് തോന്നുന്നതും, പിന്നെന്താ ഒരു ഷാഡോ ഒക്കെ കണ്ടാൽ അതൊരാളാണെന്ന് തോന്നുന്നതും, അങ്ങനത്തെ ഒരുപാട് തെറ്റായ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് എറർ ആണ് ഇംപെർസെപ്ഷൻ. ഇംപെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിന്റെ ഡാമേജോ അല്ലെങ്കിൽ ഇമ്പയർമെന്റോ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടോ ഉണ്ടാവുന്നതാണ് ഇംപെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു ബോഡിയിലെ എന്താ പറയാ പാർട്ടിനെ, അതായത് നമുക്ക് ആ ഒരു ഫീലിംഗേ ഉണ്ടാവൂല. ഇപ്പം അനസ്തേഷ്യ ഒക്കെ കൊടുത്താൽ ചില ആൾക്കാർക്ക് ടച്ചും അതേപോലെ തന്നെ പിന്നെന്താ പെയിനും അതൊന്നും അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കൈയിന്റെ ആ ഭാഗം അവരോട് അനക്കാൻ പറഞ്ഞാൽ അവർക്ക് കൈ ഉണ്ടെന്ന് പോലും അവർക്ക് തോന്നില്ല.
അതാണ് ഇംപെർസെപ്ഷൻ. അതായത് ഈ ഡാമേജ് ഒക്കെ കാരണം കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എറർ ആണ് ഇംപെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ ഇങ്ങനത്തെ ഒരു ഓർഗൻ അവിടെ ഉണ്ട് എന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് തോന്നൂല, നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ ഇതാണ് 3 ടൈപ്സ് ഓഫ് എറേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന് ഹാലോസിനേഷൻ, ഒന്ന് ഇല്യൂഷൻ, ഒന്ന് ഇംപെർസെപ്ഷൻ. പിന്നെ പെർസെപ്ഷനിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് വിഷ്വൽ പെർസെപ്ഷൻ, ഓൾഫാക്ടറി പെർസെപ്ഷൻ, ഓഡിറ്ററി പെർസെപ്ഷൻ, മസ്കുലർ പെർസെപ്ഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെയായിരുന്നു. എന്താണ് പെർസെപ്ഷൻ ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് പെർസെപ്ഷൻ ഡിസ്കസ് ചെയ്തു, എറേഴ്സ് എന്തൊക്കെയാണ്, 3 ടൈപ്പ് ഓഫ് എറേഴ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് പെർസെപ്ഷനെ പറ്റിയിട്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.